അനീഷിനോട് റോസാപ്പൂ ചോദിച്ച അനുമോളോ അതും റെഡ് കളറ് റോസാപ്പൂവുമായി കൊച്ചിയിലേക്ക് വരണം എന്ന് ചെറിയൊരു ആഗ്രഹമല്ലേ. ഇത് ഞാൻ എന്തായാലും സാധിച്ചായിരുന്നു വാക്ക് കൊടുത്തിരിക്കാം കേട്ടോ അനീഷ്. ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് ഇപ്പോൾ രസകരമായി ലൈവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ഷാനവാസ് വരാത്തതിൻ്റെ സങ്കടത്തിലാണ് കേട്ടോ അവർ. അത് കരുതി എപ്പോഴും വിഷമിച്ചിരിക്കാൻ പറ്റില്ലല്ലോ. ഇവർ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പുറത്തിറങ്ങിയിട്ട് എന്ത് ചെയ്യണം, ബർത്ത്ഡേക്ക് വരണം, ബർത്ത്ഡേക്ക് ഗിഫ്റ്റൊക്കെ കിട്ടാറുണ്ടോ എന്നൊക്കെ അനീഷ് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം അനുമോള് പറയുന്നുണ്ട് ആ ബർത്ത്ഡേക്ക് ഗിഫ്റ്റൊക്കെ കിട്ടാറുണ്ട്, പക്ഷെ എനിക്ക് ഗിഫ്റ്റൊന്നും ഇഷ്ടമല്ല. 26-ാം തീയതി കൊച്ചിയിൽ വരണം, ഞാൻ അവിടെ ഉണ്ടാവും, അപ്പോൾ നമുക്ക് അവിടെ ആഘോഷിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനീഷിനോട് പറയാണ് അനീഷേട്ടൻ അങ്ങോട്ട് വന്നാൽ മതി കേട്ടോ, കൊച്ചിയിൽ ഇവരുടെ ഫ്ലാറ്റിൽ വന്നാൽ മതി എന്ന്, അതായത് ആതിരയുടെ നൂറുടെ ഫ്ലാറ്റിൽ വന്നാൽ മതി, നമുക്ക് അവിടെ ആഘോഷിക്കാം എന്നൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അനീഷ് പറയാണ് ഞാൻ ഗിഫ്റ്റുമായിട്ട് വരാമെന്ന്. അപ്പോൾ അനുമോള് പറയും ഗിഫ്റ്റൊന്നും വേണ്ട, എനിക്ക് ഇങ്ങോട്ട് ഗിഫ്റ്റ് ഇടുന്നത് ഇഷ്ടമല്ല, എനിക്ക് അങ്ങോട്ട് കൊടുക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അനീഷ് പറയുകയാണെ അപ്പോൾ എന്താ ഞാൻ വെറും കൈയോട് വരണോ? അല്ല, അനീഷേട്ടന് വെറും കൈയോട് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എനിക്ക് റോസാപ്പൂ കൊണ്ടു തന്നാൽ മതിയെന്ന്. അപ്പോൾ റോസാപ്പൂ മാത്രമോ അനീഷ് ചോദിക്കുകയാണ്. അതേ റോസാപ്പൂ മാത്രം മതിയെന്ന് അനുമോള് പറയുന്നു. തൊട്ടപ്പുറത്ത് നിന്നിട്ട് അതിലേക്ക് കളിയാക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവരതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഇവർ രണ്ടാളും വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. റോസാപ്പൂ അല്ലേ, കുഴപ്പമില്ല, എന്തുള്ള റോസാപ്പൂവാണ് വേണ്ടത്? അപ്പോൾ അനുമോള് റെഡ് കളർ മതിയെന്ന്. ശരി, ചെറിയൊരു ആഗ്രഹമല്ലേ, ഞാൻ കൊണ്ടുവരാം, ഉറപ്പായിട്ട് ഞാൻ വരും. അനുമോള് പറയുന്നുണ്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പിറ്റേ ദിവസം ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ഗിഫ്റ്റ് അങ്ങോട്ടേക്ക് അയക്കും, നിങ്ങളുടെ അഡ്രസ്സൊക്കെ എനിക്കറിയാം. ഒരിക്കലും അനീഷ് ആരുമായിട്ട് യോജിച്ച് പോവില്ലെന്നാണ് തുടക്കത്തിൽ കരുതിയത്. അനുമോളെ അറിയില്ല എന്നൊക്കെ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരുപക്ഷെ ഏറ്റവും നല്ല സുഹൃത്തുക്കളിൽ ഒരു കൂട്ടരായിട്ട് ഇവർ 4 പേരും മാറിയേക്കാം. അനീഷും അനുമോളും നൂറയും അതിലേക്ക് നല്ല തിക് ഫ്രണ്ട്സ് ആയിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് നോക്കാം പുറത്തിറങ്ങിയിട്ട് എങ്ങനെയാണെന്ന്. അപ്പുറത്ത് വിഷം കുത്തുന്ന കുറച്ച് കോൺവെർസേഷൻ ആണെങ്കിൽ ഇപ്പുറത്തുള്ള രസകരമായിട്ടുള്ള കോൺവെർസേഷൻ ആണ് കേട്ടോ നടക്കുന്നത്. എല്ലാം ബിഗ് ബോസ് മാറി മാറി പ്രേക്ഷകരെ കാണിക്കുന്നു. ഇനി എന്തൊക്കെ കാണേണ്ടി വരും എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലുണ്ടാവും കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.